നമസ്കാരം സുരേഷ് സർ. നമസ്കാരം. സർ, പാർലമെന്റ് ശീതകാല സമ്മേളനം നടക്കുകയാണ് എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം തുടർച്ചയായി ഇരുസഭകളും തടസ്സപ്പെടുന്നു. നമുക്കറിയാം, ഈ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞത്, ജനങ്ങൾ തുടർച്ചയായി തള്ളിക്കളഞ്ഞവർ സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് പാർലമെന്റിൽ ഗുണ്ടായിസം കാണിക്കുന്നു, സഭ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇനിയെങ്കിലും ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമായി അവർ പ്രവർത്തിക്കണം, വളരെ ആരോഗ്യകരമായ ഒരു സമ്മേളനം നടക്കണം എന്നും അദ്ദേഹം അങ്ങനെ ഒരു ആഗ്രഹം കൂടി മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് നടന്നില്ല. പ്രത്യേകിച്ചും ഈ കോൺഗ്രസ് ആണല്ലോ ഈ അദാനി കോഴ ആരോപണത്തിൽ സമഗ്രമായ ചർച്ച വേണമെന്ന് പറഞ്ഞ് തുടർച്ചയായി പാർലമെന്റിനെ തടസ്സപ്പെടുത്തുന്നത്. പക്ഷെ അത് കോൺഗ്രസിലെ ഒരു വിഭാഗം എംപിമാർക്ക് പോലും അതിൽ പ്രതിഷേധമുണ്ട്. TMCയും ഒപ്പം തന്നെ NCPയും പാർട്ടികളൊക്കെ ഇതിൽ പ്രതിഷേധം ഉന്നയിച്ചിട്ടുണ്ട്. ഒരു MP ഒരുപക്ഷെ പറഞ്ഞത്, നിങ്ങൾ ഡൽഹിയിൽ പോയി സമയം പാഴാക്കുകയാണെന്ന് വോട്ടർമാർ തന്നെ അദ്ദേഹത്തോട് പറയുന്നു എന്നുള്ളതാണ്. കാരണം അവർക്ക് വോട്ടർമാരെ ഫേസ് ചെയ്തേ പറ്റും. പക്ഷെ ഒരുപിടി രാജ്യസഭ എംപിമാരാണ് ഈ ഒരു വിഷയം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ഒരു നോട്ടീസ് കൊടുത്തുകൊണ്ട് സഭ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നത്. അത് പ്രത്യേകിച്ചും നമുക്കറിയാം, പ്രതിപക്ഷ നേതാവായ രാഹുലിന്റെ ഒരു പെറ്റീമാണ്, എന്തോ പക പോലെയാണല്ലോ ഈ അദാനി വിഷയം തുടർച്ചയായി രാഹുൽ സഭകൾ ഉന്നയിക്കുന്നത്. സാർ, അതിനെ എങ്ങനെയാണ് പൊതുവിൽ ഈ ഒരു കോൺഗ്രസിന്റെ നിലപാട്, നമുക്ക് പ്രതിപക്ഷം എന്ന് മൊത്തത്തിൽ പറയാൻ സാധിക്കില്ലല്ലോ, കോൺഗ്രസിന്റെ നിലപാടിനെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെ നോക്കിക്കാണുന്നത്? ഇതില് 3 ദിവസം ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ വന്നിരുന്നു. അതില് ജയറാം രമേശ് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, എന്തിനാണ് BJP സർക്കാർ ഞങ്ങളുടെ ഈ പ്രൊട്ടസ്റ്റിനെ എതിർക്കാത്തതെന്ന്. അതിൻ്റെ അർത്ഥം ഞങ്ങളെ പിടിച്ചെന്താ പുറത്തേക്കാക്കാത്തതെന്നാണ് അവർ ചോദിക്കുന്നത്. BJP ഒന്നും പറയുന്നില്ല. അവർ രാജ്യസഭയായാലും ലോക്സഭയായാലും ഓം ബിർള ആയാലും ജഗ്ദീപ് ധൻഖർ ആയാലും ഇവർ വന്ന് വെല്ലിൽ ഇറങ്ങി കിടന്ന് കുഴപ്പമുണ്ടാക്കുമ്പോൾ അതങ്ങോട്ട് അഡ്ജേൺ ചെയ്ത് അദ്ദേഹം ഹൗസ് അഡ്ജേൺ ചെയ്യും. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിലെല്ലാവർക്കും അറിയാം, ഇതിലൊരു സൊല്യൂഷൻ അല്ല. ഇതിൽ പിടിച്ച് പുറത്തേക്കാക്കിയവർ പറയും ഞങ്ങളെ പിടിച്ച് പുറത്തേക്കാക്കി, മാർഷൽസിനെ ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഞങ്ങളെ സസ്പെൻഡ് ചെയ്തു എന്നതിൻ്റെ ഒരു കുഴപ്പമുണ്ടാക്കും. ജയറാം രമേശ് മുഞ്ഞാന്ന് ചോദിച്ച ചോദ്യമാണ്, ശരിയാണ് ഞങ്ങൾ ഡിസ്റ്റർബൻസ് ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യേണ്ടത്, പക്ഷെ ഞങ്ങൾ എന്താണ് സസ്പെൻഡ് ചെയ്യാത്തത്, ഞങ്ങൾ എന്താ പിടിച്ച് പുറത്തേക്കാക്കാത്തത് നിങ്ങൾ? അതാണ് ചോദ്യം. ഈ രാഹുൽ ഗാന്ധിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇദ്ദേഹം 2000 കോടി ഉറുപ്പിയുടെ ഒരു കമ്പനി വാങ്ങിച്ചെടുത്ത് 90 ലക്ഷത്തിനാണ്. ഇതിനെക്കാട്ടും നല്ലൊരു ബിസിനസ് മോഡൽ ലോകത്തെ വേറെ എവിടെയും കാണില്ല. അതിൽ ചീറ്റിംഗ് കേസ് 420 ചീറ്റിംഗ് കേസ്, പഴയ IPC പ്രകാരം 420 ചീറ്റിംഗ് കേസിലാണ് രാഹുൽ ഗാന്ധിയുടെ അമ്മയും 3 ഡയറക്ടർമാർ, 2 പേര് പോയി, ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ, സാം പിട്രോടെ ഉള്ളൂ. ഇപ്പോൾ ഇവർ 3 പേരും ജാമ്യത്തിൽ നടക്കുന്നു. പക്ഷെ രാഹുൽ ഗാന്ധി വർത്താനം പറയുമ്പോൾ എന്താണ് അദാനി അറസ്റ്റ് ചെയ്യാത്തത്? അപ്പം ഞാൻ പറയും എപ്പോഴും, ശരിയാണ്, അദാനി എന്താ അറസ്റ്റ് ചെയ്യാത്തതെന്ന് രാഹുൽ ഗാന്ധി US ഒരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുമ്പോൾ ഇന്ത്യയിൽ എങ്ങനെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുക? അത് ഡിപ്ലോമാറ്റിക് ചാനൽസ് കൂടെ വന്നിട്ട് വേണം ഇംപ്ലിമെന്റ് ചെയ്യണോ വേണ്ടതെന്ന് അറിയിക്കുക. ഇന്ത്യൻ കോടതികൾ മിക്കതും ഇങ്ങനെ ഏത് അറസ്റ്റ് വാറണ്ട് വന്നാലും അതിന് തടയും. ബിക്കോസ് അവർ പറഞ്ഞാൽ അവിടുത്തെ ഇത് ഞങ്ങൾക്ക് അവിടെ അപ്ലിക്കബിൾ അല്ല എന്ന് അവർ ക്ലിയർ ആയിട്ട് പറയുന്നത്. നമുക്ക് അതല്ല ക്വസ്റ്റ്യൻ. നമ്മൾ ഈ കാര്യം പറയുമ്പോൾ രാഹുൽ ഗാന്ധി എന്താ ചോദിക്കാത്തത്, ഭൂപേഷ് ബഗലിനെ എന്താ അറസ്റ്റ് ചെയ്യാത്തത്? പാർലമെന്റ് അതാ ചോദിക്കേണ്ടത്. ഞങ്ങളുടെ കോൺഗ്രസ് മുഖ്യമന്ത്രി കൈക്കൂലി വാങ്ങിച്ചു എന്ന് അദാനിയുടെ ഇതിൽ ഇൻഡിക്റ്റിനുണ്ട്. സ്റ്റാലിൻ കൈക്കൂലി വാങ്ങിച്ചു എന്ന് അവിടെ US കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. ജഗൻ കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയ ജഗൻ അവരുടെ പാർട്ടിയുടെ ആളല്ല. നവീൻ പട്നായിക് അതും അദ്ദേഹം പാർട്ടിയിലെ ആളല്ല. പക്ഷെ ഈ സ്റ്റാലിനെയും ഭൂപേഷ് ബഗൽ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി എന്തിനാണ് അറസ്റ്റ് ചെയ്യാത്തത്? അവർ നാളെ പറയട്ടെ. ഇന്ന് വരെ പറഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങൾ കൈക്കൂലി വാങ്ങിച്ചില്ല എന്നുള്ളവർ. ഈ 2 പേരും മഹാന്മാർ പറഞ്ഞിട്ടില്ല. അതേസമയം ജഗൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഞാൻ കൈക്കൂലി ഒന്നും വാങ്ങിച്ചിട്ടില്ല എന്നാണ്. അത് ക്ലിയർ ആണ് ആ കാര്യത്തിൽ. ഇൻഫാക്ട് ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ്, ചന്ദ്രബാബു നായിഡുവിന്റെ ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾ ഈ ഡീൽ ക്യാൻസൽ തന്നെ ചെയ്യില്ല, അദാനി കൈക്കൂലി തന്നോ ഇല്ലെന്നല്ല പ്രശ്നം, ഞങ്ങൾക്ക് നല്ല ഡീലാണ്, ഞങ്ങൾ ഈ ഇലക്ട്രിസിറ്റി സോളാർ വാങ്ങുമ്പോൾ ഞങ്ങൾ അത് നമ്മൾ റിജക്റ്റ് ചെയ്യില്ല. നമ്മൾ അതേസമയം കണ്ടു നാട്ടില് വിഴിഞ്ഞത്തിന്റെ പോർട്ട് എക്സ്റ്റൻഷൻ പിണറായി വിജയൻ സൈൻ ചെയ്തു 3 ദിവസം മുമ്പ് 5 കൊല്ലത്തേക്ക്, അതേ അദാനി ഗ്രൂപ്പിന്റെ കൂടെ. പക്ഷെ പാർലമെന്റിൽ ഇവർ കയറി കിടന്ന് കുഴപ്പമുണ്ടാക്കും, അദാനി അത് ചെയ്യണം അദാനി. അപ്പൊ എന്താ കേരളത്തിൽ എന്താ ഇവർ ക്യാൻസൽ ചെയ്യാത്ത അഗ്രിമെന്റ്? കേരളത്തിലെ അഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യട്ടെ, അതാ വേണ്ടത്. പക്ഷെ ചെയ്യില്ല. ബിക്കോസ് വേറെ ആരും വരില്ല, അദാനി പോർട്ട് നടത്താൻ വേറൊരാൾ കടന്നു വരില്ല കേരളത്തിലേക്ക്. അത്ര ധൈര്യം ആർക്കും ഇല്ല. എന്നാൽ അവിടുത്തെ ലേബർ യൂണിയനും അവിടുത്തെ തടസ്സങ്ങളെ വെച്ച് നോക്കുമ്പോൾ വേറെ ആരും വരില്ല. പക്ഷേ ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു സ്ട്രാറ്റജി, പാർലമെന്റ് നടന്നു കഴിഞ്ഞാൽ ഡിബേറ്റ് വേണമെന്ന് പറയും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു മോദി ഗവൺമെന്റ് ഡിബേറ്റ്, റഫാൽ തൊട്ടിട്ട് ബാക്കി എല്ലാ എപ്പിസോഡിലും മോദി ഗവൺമെന്റ് ഡിബേറ്റ് വേണമെന്ന്. അവസാനം മോദി വർത്താനം പറയാൻ വരുമ്പോൾ ഇവർ കിടന്ന് കൂക്കുവിളിയും അവിടെ കിടന്ന് ഓരോ അഭ്യാസങ്ങളും കാണിച്ച് അത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൗൺ ഔട്ട് ചെയ്യും. അതേസമയത്ത് രാഹുൽ ഗാന്ധി വർത്തമാനം പറയുമ്പോൾ ആരും ഒബ്ജക്റ്റ് ചെയ്യില്ല കേട്ടോ. BJP-ക്കാർ കയറി വന്ന് അടി ഉണ്ടാക്കലോ ഒന്നും ചെയ്യില്ല.
ഇതൊരു പാർലമെന്ററി ഡെമോക്രസിക് സിസ്റ്റമിൽ ഡിബേറ്റ് വേണ്ടതാണ്. പക്ഷേ ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് വായിക്കാറിയില്ല. കർലാസിൽ എഴുതി കൊടുത്താൽ ആൾക്ക് വായിക്കാറിയില്ല. ആൾക്ക് അത്ര നോളജേ ഉള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഒരാളുടെ കയ്യിലാണ് ഓപ്പോസിഷൻ ലീഡർ ഓഫ് ഓപ്പോസിഷന്റെ സ്റ്റേറ്റസ് കൊടുത്തേക്കുന്നത്. ആലോചിച്ചൊക്കെ എന്ത് കഷ്ടമാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ എന്താ പറയാ, ഒരു ട്രാജഡിയാണ് നമ്മുടെ കൺട്രിയുടെ. പക്ഷേ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പറഞ്ഞ മാതിരി ഞാൻ അദാനി 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 എന്നിട്ട് ആൾക്കാർക്ക് അവസരം മടുത്തു. നമ്മൾ ഇതിനു മുമ്പ് റഫാൽ വന്നപ്പോൾ റഫാൽ 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 എന്ന് വന്നു. പിന്നെ പറഞ്ഞ എല്ലാ മോദി എന്ന പേരുള്ള എല്ലാവരും കള്ളന്മാരാണെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ US കമലേഷ് പട്ടേലാണ് പുതിയ FBI ഡയറക്ടർ ആവാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞു ഞാൻ വരല് ആദ്യം FBI അടച്ചുപൂട്ടിയിടും, അത് കഴിഞ്ഞ് ഡീപ് സ്റ്റേറ്റ് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഫ്രണ്ട്സാണ്, സോറോസിനുമായിട്ടുള്ള ആൾക്കാർ, അവരൊരു മ്യൂസിയം ഉണ്ടാക്കി അവിടെ വെക്കുന്നു. അപ്പൊ രാഹുൽ ഗാന്ധിക്ക് ശരിക്കും ഒരു പേടി വേണ്ട. രാഹുൽ ഗാന്ധി അല്ല, ഇവിടുത്തെ മെജോറിറ്റി ന്യൂസ് പേപ്പർ ജേർണലിസ്റ്റിനും ടെലിവിഷൻ ജേർണലിസ്റ്റിനും കാശ് കൊടുത്തിട്ടാണ് സോറോസ് ആർട്ടിക്കിൾസ് എഴുതിപ്പിക്കുന്നത്, ന്യൂസ് സ്റ്റോറീസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മലയാളത്തിൽ കുറേ ചാനലുകളുടെ ആൾക്കാർക്കും എഡിറ്റേഴ്സും തൊട്ട് എല്ലാ ജേർണലിസ്റ്റിനും കാശ് കൊടുത്തിട്ടാണ് ഈ സൊറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ആർട്ടിക്കിൾസും ന്യൂസ് സ്റ്റോറീസും ചെയ്യിപ്പിക്കുന്നത്. അത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. മോദിയെ തെറി വിളിക്കലാണ് ഇവരുടെ കാലത്തിന്റെ ഏറ്റവും വലിയ പണി. അതേസമയം അതേ ഇൻവെസ്റ്റിഗേഷൻ ഇന്ത്യയിലും വേണ്ടതാണ്. ഈ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ആർക്കൊക്കെ കാശ് കൊടുത്ത് ലോക്സഭയിൽ ചോദിക്കുന്നത്, എനിക്കത് സർപ്രൈസ് ആവാത്ത. ഈ രാഹുൽ ഗാന്ധിയുടെ കേസ് എന്താണ് ലോക്സഭയിൽ ആരും ചോദിക്കാത്ത BJP-ക്കാർ? രാഹുൽ ഗാന്ധിയുടെ ഇരട്ടത്താപ്പ് എന്താ ചോദിക്കാത്ത? അവിടെ സിറ്റിസൺഷിപ്പ് ഉണ്ട് UK എന്ന് പറഞ്ഞു, അതിനെപ്പറ്റി എന്താണ് ചോദ്യം ചോദിക്കാത്തത്? ഇതേ രാഹുൽ ഗാന്ധി, അതാണ് ഞാൻ പറഞ്ഞത്, BJP-ക്കാർ കുറച്ച് ഡിഫെൻസീവ് ആയിപ്പോയി. BJP-ക്കാർ ചോദിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് 90 ലക്ഷം കൊടുത്ത് 2000 കോടിയുടെ കമ്പനി വാങ്ങിച്ചത്? നിങ്ങൾ ജാമ്യത്തിലല്ല ഇറങ്ങി നടക്കുന്നത്. നിങ്ങൾക്ക് 2 ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉണ്ടോ ഇല്ലെന്ന്? ഇതാണ് BJP-ക്കാർ ചോദിക്കുക. പക്ഷെ BJP-ക്കാരൊന്നും ചോദിക്കില്ല, അവർ മിണ്ടാണ്ടിരിക്കുകയാണ്. അദാനി എന്ന് പറയുമ്പോൾ അവിടെ കിടന്ന് കുറെ ശബ്ദം ഉണ്ടാക്കും. അത് കഴിയുമ്പോൾ പാർലമെന്റ് അഡ്ജേൺ ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ അവസാനം എല്ലാവർക്കും മടുത്തു. മമതാ ബാനർജി ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇതിലൊന്നും കടക്കില്ല, ഞങ്ങൾക്ക് പാർലമെന്റ് ഫംഗ്ഷൻ ചെയ്യണമെന്ന് മമതാ ബാനർജി ക്ലിയർ ആയിട്ട് പറഞ്ഞു. അവിടെ തന്നെ നമുക്കറിയാം ഈ കൂട്ടമയൊക്കെ കഴിഞ്ഞു, അതിന്റെ പണി അബ്സൊല്യൂട്ട്ലി ഫിനിഷ് ആയെന്നുള്ളത്. അതേമാതിരി ശരത് പവാറിന്റെ ഗ്രൂപ്പും അതെ. ഇപ്പൊ അഖിലേഷ് യാദവും പറയുന്നുണ്ട് പാർലമെന്റ് നടക്കട്ടെ, നമുക്ക് പിന്നെ ചർച്ച ചെയ്യാൻ ബാക്കിയുള്ള കാര്യങ്ങൾ. രാഹുൽ ഗാന്ധി ഒറ്റപ്പെട്ടു പോയി കംപ്ലീറ്റ് ആയിട്ട്. ഈ എസ്പെഷ്യലി മഹാരാഷ്ട്ര ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തൊട്ട് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആരും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ബിക്കോസ് അറിയാം, കോൺഗ്രസിനെ ഒരു അലയൻസിലേക്ക് എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസ് ഉള്ള വോട്ട് കുറയ്ക്കുന്നതാണ് അതിൻ്റെ ഒരു കണക്ക്. നമ്മൾ മഹാരാഷ്ട്രയിൽ കണ്ടു ഒരു അലയൻസ് ഉള്ളത്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് ഈ പറഞ്ഞ മാതിരി ഇപ്പം ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല, ആൾക്കാരും മടുത്തു. ഈ പറഞ്ഞ മാതിരി ഓരോരോ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആൾക്കാർ ചോദിച്ചു തുടങ്ങി അവരോരോ MPs, നിങ്ങൾ അവിടെ പോയിട്ട് എന്താ ചെയ്യണം ഞങ്ങൾക്ക് അറിയണം എന്ന്. അതാണ് ഇപ്പോൾ ഇവർക്കൊരു എന്താ പറയുക ഒരു തിങ്കിങ് വന്നേക്കണത്, ഈ പ്രൊട്ടസ്റ്റിന് എത്ര കാലം കൊണ്ട് നടക്കണം എന്നുള്ളത്. ഇവരിതിലൊരു പ്രതീക്ഷയാണ്, കാരണം എന്തെങ്കിലും ഒരു പ്രതീക്ഷ വേണമല്ലോ. പ്രതീക്ഷയായി മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം. രാഹുൽ ഗാന്ധിയുടെ കാര്യം മോദിജി തന്നെ ഒരിക്കൽ പറഞ്ഞ പോലെ ബാലക ബുദ്ധിയാണ്. സാർ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞല്ലോ. പക്ഷേ പ്രിയങ്ക വന്നാൽ ഇനി ഒരു പക്ഷേ കുറച്ചുകൂടി പക്വതയുള്ള നിലപാടുകൾ സ്വീകരിച്ചേക്കും എന്നൊക്കെ ഒരു പ്രതീക്ഷ കോൺഗ്രസിലെ തന്നെ എംപിമാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രിയങ്കയ്ക്ക് ഇതുപോലെയുള്ള ഒരു പക്ഷേ അവരുടെ പുറത്തുള്ള അമിതമായ ഒരു പ്രതീക്ഷ, അതൊക്കെ ഉയർത്തുന്ന വെല്ലുവിളികൾ എങ്ങനെയായിരിക്കും പാർലമെന്റിൽ? പ്രിയങ്ക ഇതുമാതിരി തന്നെ, അവർക്കൊന്നും അറിയില്ല, പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് 0 ആണ് അവർക്ക്. ഇതേമാതിരി ആരെങ്കിലും കർലാസിൽ എഴുതി കൊടുത്താൽ എന്തെങ്കിലും അവർ പോയി വായിക്കുന്നല്ലാണ്ട് സ്വന്തമായിട്ടൊരു എക്സ്റ്റംപോർ സ്പീച്ച് തരാൻ രാഹുൽ ഗാന്ധിക്കോ സോണിയാഗാന്ധിക്കോ പ്രിയങ്ക വാദ്രയ്ക്കോ, അല്ലെങ്കിൽ 3 പേരും പാർലമെന്റിലുണ്ട്. ഇപ്പോൾ 2 പേരെ അറ്റ്ലീസ്റ്റ് ഉണ്ട്. അതിലേക്ക് 2 പേരെങ്കിലും കയറി സ്പീച്ച് കൊടുക്കട്ടെ, ഒരു കർലാസ് നോക്കാണ്ട് സ്പീച്ച് കൊടുക്കട്ടെ. അതേമാതിരി അലിഗേഷൻസ്, അദാനിയുടെ നേരെ എത്ര അലിഗേഷൻസ് ചെയ്തില്ല. കോടതി പോകും, നിങ്ങൾ ഈ കോടതി പോയി ഒരു കേസ് ഫയൽ ചെയ്യുക, അദാനിയെ അറസ്റ്റ് ചെയ്യണം, അപ്പം അറിയും ഇതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്. റഫാലിൽ നമ്മൾ കണ്ടതാണ്. റഫാൽ വന്നപ്പോഴും ഇതേമാതിരി കുറേ അലിഗേഷൻസ് ചെയ്ത് അവസാനം സുപ്രീം കോടതി അടുത്ത് പോയി. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് EVM ആണ്. ഇതല്ലെങ്കിൽ EVMിലേക്ക് കൊണ്ടുവരും. ഞങ്ങളിപ്പോൾ ഭാരത് ജോഡോ യാത്ര നടത്താൻ പോവാണ് EVMന് വേണ്ടിയിട്ട്. കേസ് ഇംഗ്ലീഷിൽ അതാ പറയുക. നിങ്ങൾ സുപ്രീം കോടതി തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് വേറെ പണിയില്ലേ, നിങ്ങൾ തോൽക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് EVM ഓർമ്മ വരുള്ളൂ, ജയിക്കുമ്പോൾ EVM ഓർമ്മ വരില്ലോ ചോദിക്കും. ഇതൊരു നെക്സ്റ്റ് സ്റ്റെപ്പാണ്. ഈ അദാനി കഴിഞ്ഞ വെച്ചാൽ നെക്സ്റ്റ് EVMിലേക്ക് വരും. EVM എന്ന് പറയുമ്പോൾ എല്ലാ ഇലക്ഷൻ കമ്മീഷൻ മോദിക്ക് വേണ്ട വർക്ക് ചെയ്യണം. അവർ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. പക്ഷേ ഈ പറഞ്ഞ മാതിരി പാർലമെന്റിൽ ഞാൻ പറയണെങ്കിൽ ഈ പാർലമെന്റ് സെഷനിൽ ആരൊക്കെ MPമാരാണ് പ്രൊട്ടസ്റ്റ് ചെയ്തത് അവർക്കെതിരെ ആക്ഷൻ എടുക്കണം. എനിക്ക് വേണം കുറേ കാലം ഇപ്പം ഈ സമയം ഇങ്ങനെ വേസ്റ്റ് ചെയ്യണം. അവരെടുത്ത് പുറത്ത് സസ്പെൻഡ് ചെയ്ത് പുറത്തേക്ക് പറഞ്ഞയച്ച് പാർലമെന്റ് മര്യാദയ്ക്ക് നടത്തും. നമ്മുടെ കാശ് കൊണ്ടാണ് പാർലമെന്റ് നടക്കുന്നത്. കോടികളാണ് ഒരു ദിവസം ചിലവാകുന്നത്. ആ കോടികൾ ഇവരിൽ നിന്ന് തിരിച്ചു പിടിച്ചെടുക്കണം. ഈ ഡിസ്റ്റർബ് ചെയ്യണ MPസിന്റെ കയ്യിൽ നിന്ന് തന്നെ ആ കാശ്, എത്ര കാശ് ചിലവായി, ഒരു ദിവസത്തേക്ക് ഒരു 4, 5, 6 കോടി അങ്ങോട്ട് ചിലവാക്കുന്നുണ്ട് പാർലമെന്റ് നടത്താൻ. ആ 6 കോടി ഉറുപ്പ്യ ഈ സസ്പെൻഡ് ചെയ്ത MPമാരുടെ കയ്യിൽ നിന്ന് കാശ്
അവരുടെ ശമ്പളമായാലും അവർ വേറെ ആനുകൂല്യം അതൊക്കെ അവിടെ പിടിച്ചെടുത്ത് അത് തിരിച്ച് ഗവൺമെന്റ് ട്രഷറിയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. അതാ വേണ്ടത്. ജനങ്ങളുടെ നികുതിപ്പണം പാഴാക്കുകയാണ്, പ്രത്യേകിച്ച് ചിലർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി. അതിനെ സംബന്ധിച്ചുകൂടാ. മാത്രമല്ല, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ BJP എംപിമാർക്കും അവരുടെ നിലപാടുകൾ അല്ലെങ്കിൽ രാഹുലിന്റെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള അവസരം കൂടിയാണ്. അവരും അത് പാഴാക്കിക്കൂടാ എന്നുള്ളതാണ്. എന്തായാലും വളരെയധികം നന്ദി സർ, നിലപാടുകൾ വ്യക്തമാക്കിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.